ശ്രീ കെ എൻ ഗോപിനാഥ്, അപ്പോൾ ഒരു സമ്മേളനമാണോ ഡൽഹിയിൽ നിന്ന് വീണ്ടും ഈ ചർച്ചയിൽ ഒരു ചോദ്യം ഉയരുകയാണ്. മറുപടി ഗോവിന്ദ മാഷ് പറഞ്ഞതാണെങ്കിലും അങ്ങേക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിലുണ്ടല്ലോ. മറുപടി എന്താണ്? ഡോക്ടർ ലാലെ, ശ്രീകുമാർ അദ്ദേഹം വല്ലാതെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്. അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിൻ്റെ ഇന്നത്തെ നില യഥാർത്ഥത്തിൽ കോൺഗ്രസ് അനുദിനം എന്നോണം ഓരോ ദിവസവും വരുന്നവരും അവർ എക്സ്പോസ്ഡാണ്. നമ്മളാരും തുറന്നു കാണിക്കേണ്ട കാര്യമില്ല. അവർ സ്വയം നടന്ന് മുടന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടന്തുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ നടന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള നിലയിൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വാസ്തവത്തിൽ ഇങ്ങനൊരു ചർച്ച കേന്ദ്ര സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കോണ്ടെക്സ്റ്റിൽ നടത്തുന്നത് വളരെ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ, തിരിച്ചറിയുമല്ലോ. അവസാന കാലങ്ങൾ ഈ 5 കൊല്ലത്തിനിടയിൽ അവസാന കാലത്തെങ്കിലും കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള 18 MP-മാരുടെയും അവരുടെ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് മലയാളികളും കേരളവും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും ഒരു ഉറവ, എവിടെയെങ്കിലും ഒരു നീരുറവ ഉണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ച ആളുകളെ നിരാശപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ മുമ്പിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻറ്റിനെ, BJP നയിക്കുന്ന ഗവൺമെൻറ് കേരളത്തെ കാണിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രം എണ്ണിക്കൽ പരിപാടിക്ക് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്താനോ ഒരു സമരത്തെ തള്ളിപ്പറയാനാണ് അവർ തയ്യാറാവുന്നത്. അതുകൊണ്ടാണ് സമ്മേളനം എന്നുള്ള നിലയിലൊക്കെ പുച്ഛിച്ച് തള്ളുന്നത്. പാർലമെൻറ്റ് പോലും യഥാർത്ഥത്തിൽ സമരത്തിൻ്റെ വേദിയാണെന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. നല്ല രാഷ്ട്രീയ സമരത്തിൻ്റെ വേദിയാണ്. AKG മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടായിരിക്കുമ്പോൾ ആ ഫൈറ്റ് നന്നായി നടന്നിട്ടുണ്ട്. അത് കേവലം പാർലമെൻറ്റ് മെമ്പർമാരെ മാത്രം വെച്ചുകൊണ്ടല്ല, പാർലമെൻറ്റിന് പുറത്ത് കൃഷിക്കാരും തൊഴിലാളികളും ഇപ്പോഴും കെട്ടടക്കാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള സമരം നടത്തുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, കേരളത്തിലെ ജനങ്ങൾ സാമം ദാനം ഭേദം ദണ്ണം എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും പരമാവധി യൂണിയൻ ഗവൺമെൻറ്റാണെന്നുള്ള നിലയിൽ ആ ഗവൺമെൻറ്റിനെ ബഹുമാനിച്ചുകൊണ്ട് കേരളത്തെ അവഗണിക്കരുത്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പാലിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. നല്ല ധനകാര്യ മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ കേരളം കാണിക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള നീതി ആയോഗ് എന്നുള്ള സംവിധാനം, അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അവരൊരു ക്യാബിനറ്റ് ചുമതലയുള്ള പോലെ ഇന്ത്യയിലെ മുഴുവൻ അസ്ഥിവാരവും എടുത്ത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന് ഡയറക്ഷൻ ഉണ്ടാക്കുന്ന സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും അവർ കേരളത്തിൻ്റെ ഇൻഡിക്കേഷൻ 25 സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്പർ 1 ആണ് കേരളം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചർച്ചയിൽ അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന കേരളത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ധനകാര്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞല്ലോ. എന്നിട്ടും ഒരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊരു സമ്മേളനമാണോ എന്നൊക്കെ ചോദിച്ചാൽ പാർലമെൻറ്റിൻ്റെ പോയി മുദ്രാവാക്യം വിളിക്കേണ്ട കാര്യമാണ് ശ്രീകുമാറേട്ടൻ ഇവിടെ പറയുന്നത്. അതിപ്പോൾ 8-ാം തീയതി കഴിയുമ്പോൾ അറിയാം മുഖ്യമന്ത്രി മുദ്രാവാക്യം വിളിക്കണ്ടോ എന്നുള്ളതോ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ചാനലുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, കോടതിയും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ INTUC CITU അടക്കമുള്ള അവിടെ സമരം ചെയ്തപ്പോഴും അവിടെയെല്ലാം മുദ്രാവാക്യം വിളിക്കാനൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജന്തർ മന്ദറിൽ വരുമ്പോൾ ബ്ലോക്ക് ചെയ്യും. ആ ജന്തർ മന്ദറിലാണ്, പാർലമെൻറ്റ് ഹൗസിന് അഭിമുഖമായിട്ടുള്ള ജന്തർ മന്ദറിലാണ് ഈ സമരം നടക്കാൻ പോകുന്നത്. അത് പ്രത്യേകമായിട്ട് അക്ബർ ഗേറ്റിൽ നിന്ന് പ്രകടനമായിട്ടാണ് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ പങ്കെടുക്കും, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. നല്ല ഒന്നാം തരമായിട്ടുള്ള മുദ്രാവാക്യം വിളിയുണ്ടാവും. അത് അവിടെ മാത്രമല്ല, ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രതീകാത്മകമായി ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ ഗോവിന്ദമാഷ് സൂചിപ്പിച്ച പോലെ കേരളത്തിലെ എല്ലാ ഇലക്ഷൻ കമ്മീഷൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള ബൂത്തുണ്ട്. ആ ബൂത്തിൽ നിന്ന് റാലികൾ അതാത് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ, കോർപ്പറേഷൻ, മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ വരാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ 8-ാം തീയതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ അണിനിരക്കാൻ പോകുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് എങ്ങനെയെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയാൻ വേണ്ടി, അവരുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഞാൻ കോൺഗ്രസ് എക്സ്പോസ്ഡാണ്, അവസാനം ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതും കൂടി കോൺഗ്രസ് കളയുന്നു എന്ന് ഞാൻ പറയുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചർച്ചയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, 18 പേര് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ട് ഈ 5 കൊല്ലക്കാലം അവിടെ വാ തുറന്നേക്കണത്, നിങ്ങൾ പറഞ്ഞത് ശരിയാ, പ്രേമേന്ദ്രനൊരു കത്ത് കൊടുത്തു. അത് മറുപടി ഇങ്ങനെ കിട്ടുമെന്ന് കണക്കാക്കിക്കൊണ്ട്
അതിൻ്റെ പുറത്ത് കേരളത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ്. കേരളം കണക്ക് കൊടുക്കുന്നില്ല, കാശ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി. അതൊക്കെ പുറത്തു വന്നത് നീതി ആയോഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സുബ്രഹ്മണ്യം വളരെ വ്യക്തമായി പരസ്യമായി പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്, കേരളത്തെ എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇടപെടുകയാണ്. നമുക്ക് കിട്ടേണ്ടുന്ന നികുതി വീതം പോലും നമുക്ക് തരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്. അത് കേരളത്തെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. ബാലഗോപാൽ സഖാവ് പറഞ്ഞല്ലോ, ധനകാര്യമന്ത്രി 57,000 കോടി രൂപ കഴിഞ്ഞ വർഷം കേരളത്തിൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ അനുസരിച്ച് ചെയ്ത കാര്യങ്ങൾ ഇനി അടുത്ത വർഷത്തേക്ക് 2023-24 ബഡ്ജറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 57,000 കോടി രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് എവിടെ നേടും? കേന്ദ്രം വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണം. ഇപ്പോൾ ലാലു ചൂണ്ടിക്കാണിച്ചു, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഒരിടക്കാല ആശ്വാസമെങ്കിലും കേരളത്തിൽ കൊടുക്കാൻ വകുപ്പുണ്ടോ എന്ന് കേന്ദ്ര ഗവൺമെൻറ്റോട് ചോദിച്ചിരിക്കുകയാണ്. 13-ാം തീയതി വീണ്ടും കേസ് റെഫർ ചെയ്തിരിക്കുക. അപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലായി, രാജ്യത്ത് എല്ലാവർക്കും മനസ്സിലായി, ശ്രീകുമാരേട്ടനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിനും സുധാകരനും അടക്കം അവർ നയിക്കുന്ന കോൺഗ്രസ്സിന് മനസ്സിലാവുന്നില്ല. ഇതെല്ലാ കോൺഗ്രസ്സുകാരുടെയും ചെലവിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെ കേരളത്തെ തള്ളി പറയുന്നത് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് നമുക്ക് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മനസ്സിലാവും. 18 പോയൊരു കേരളത്തിൽ നിന്ന് പോയിട്ട് കേരളത്തിൻ്റെ താല്പര്യത്തിനായി പ്രവർത്തിച്ചവർ ഇനി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകണ്ട, കേരളത്തിൽ നിന്ന് 20 പാർലമെൻറ്റ് സീറ്റും ഇനി ഇടതുപക്ഷം പോട്ടെ എന്ന് പറയത്തക്ക വിധത്തിലേക്ക് സ്വയം കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസ് മാറ്റിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതാണ് കാണുന്നത്. ഞാൻ 57,000 കോടിയുടെ സ്പ്ലിറ്റപ്പ് സമയമുണ്ടെങ്കിൽ വിശദമായി പറഞ്ഞു തരാം. ഇന്നത്തെ പത്രത്തിലുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ 8,000 ചില്ലാൻ കോടി രൂപ കിട്ടേണ്ടടുത്ത് നമുക്ക് അനുവദിച്ചത് 1,800 കോടി.